മുഴുവനും നമുക്ക് മുകളിൽ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോട്ട് ചെയ്യാം. ഒരു 3 ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോട്ട് ചെയ്യാനായിട്ട് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ പോട്ട് എടുത്തിട്ട്. നമസ്കാരം, എൻ്റെ പേര് റീജ. ഞാനൊരു വീട്ടമ്മയാണ്. 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഞാനിവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം, സ്റ്റാർ നോക്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ തന്നെ നാട്ടിലുണ്ട് ഇപ്പോൾ കുറച്ചാളായിട്ട്. പണ്ട് മുതലേ ചെടികളോട് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഓർക്കിഡിനോട് പ്രത്യേകിച്ച് അങ്ങനെ ചെടികൾ വീട്ടിൽ വളർത്തിയാണ് ചെയ്തത്. ആദ്യം സെയിലിനെ ഒന്നും ചെയ്യണം എന്നുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഓൺലൈൻ സെയിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ വേറെ എന്തെങ്കിലും സംരംഭം ചെയ്തിരുന്നു? ഓൺലൈനായിട്ട് അടുത്ത വീടുകളിലൊക്കെ ഓർക്കിഡ്സ് സെയിൽ കൊടുത്തിരുന്നു. പുറത്തേക്കൊന്നും കാര്യമായിട്ട് ചെയ്തിരുന്നില്ല? ആദ്യം പുറത്തോട്ടൊന്നും കാര്യമായിട്ട് ചെയ്തിരുന്നില്ല. ഇപ്പൊ കൊറിയർ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കൊറിയർ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ചേട്ടനങ്ങനെ സപ്പോർട്ടാണോ ഇക്കാര്യത്തില്? ഓ, തീർച്ചയായിട്ടും. ആളിങ്ങനെ ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ചായിട്ട് ഞങ്ങൾ ചെയ്തു. പിന്നീട് ഇതേപോലെ നഴ്സറി ആയിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. അത്യാവശ്യം ഒരു ഡെവലപ്മെന്റ്സ് ഒക്കെ ആയിട്ടുണ്ടല്ലോ? അത്യാവശ്യമായിട്ടുണ്ട്, കുഴപ്പമില്ല. ഇവിടെ ഒരു ഡെൻഡ്രോബിയത്തിന്റെ ഒരു 120 വെറൈറ്റിയോളം നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബിയ മാത്രമല്ല, ഡെൻഡ്രോബിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഡെൻഡ്രോബിയത്തിന്റെ. പുതിയതും പഴയതുമായി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പൊതുവെ മാർക്കറ്റിൽ നമുക്ക് പ്ലാന്റിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഡെൻഡ്രോബിയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞൊരു തീരദേശമാണ് നമ്മുടേത്. തൃശ്ശൂർ ജില്ലയിലെ തീരദേശ പ്രദേശമാണ് നമ്മുടെ. നമ്മള് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം എന്ന് പറയുന്ന ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഗുരുവായൂർ ഹൈവേയില് എറണാകുളത്തിന്റെയും ഗുരുവായൂരിന്റെയും നടുവിലുള്ള ഒരു സ്ഥലം. കുറച്ചുള്ളിലേക്ക് വരണമല്ലേ? ഉള്ളിലാണ്, കുറച്ചുള്ളിലാണ്. കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. പ്ലാന്റുകളൊക്കെ ജസ്റ്റ് നോക്കിയാലോ? നോക്കാം. ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള 150ന്റെ വെറൈറ്റി ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ആണ്. ബഡുകളൊക്കെ ആയി തുടങ്ങി. സീഡ്ലിങ്സ് എന്ന് പറയാൻ പറ്റില്ല, മെച്യൂർഡ് ആയി തുടങ്ങിയ ബഡുകളൊക്കെ ഉണ്ട്. മിക്ക പ്ലാന്റ്സിലും ബഡുകളുണ്ട്. വരുന്നവരൊക്കെ സ്റ്റാർട്ടിംഗിൽ വരുന്നതാണല്ലോ ഈ ഒരു സ്റ്റേജിലുള്ള സംഭവം. നമ്മൾ 150 കൊണ്ട് വരുന്നത്. അതന്നെ. ടാഗ് ഉണ്ട്, എല്ലാത്തിനും ടാഗ് ഉണ്ട്. നമുക്ക് ഫ്ലവർ വന്നാൽ മാത്രമേ അതിന്റെ കളർ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, ടാഗ് ഉള്ളതിന്റെ പേരിൽ നമ്മൾക്ക് ഫ്ലവറിന് അറിയാൻ പറ്റും. ഓക്കെ. സെയിം ആണോ? ഒരു 150യുടെ പ്ലാന്റ്സ് ആണ് എല്ലാത്തിലും അല്ലേ? ഓക്കെ. ഇതെങ്ങനെ നമ്മൾ ഈ പോട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണോ? അതെ, നമ്മൾക്ക് ഈ ഓൺ റൂട്ട് മാത്രമായിട്ടാണ് കിട്ടുന്നത്. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പോട്ട് വാങ്ങി ചെയ്യുന്നതാണ്. ഇതൊക്കെ അത്യാവശ്യം ഗ്രോത്ത് ആയ പ്ലാന്റുകളാണ് അല്ലേ? നല്ല ഗ്രോത്ത് ഉണ്ട്. ഇനി നമ്മളിത് കസ്റ്റമർ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഈ ഒരു നമ്മുടെ പ്ലാന്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളത് ഉടനടി റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഇതിൽ ഫ്ലവറിങ് നല്ലൊരു വലിയ പ്ലാന്റ് ആകുന്ന വരെ ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. ഏകദേശം എത്ര നാൾ? ഏകദേശം ഒരു വർഷത്തോളം തന്നെ ഇരുന്നോളും. അതായത് അതിലിരുന്ന് തന്നെ ഫ്ലവർ ആയിക്കോളും. ഇനി വലിയ പോട്ടോട്ട് വെക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇതിൽ നിന്ന് നേരെ ഇങ്ങനെ എടുക്കുക, ഊര, ഇത് നേരെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ചുറ്റിലും ഓടും കരിയൊക്കെ ടൈറ്റ് ചെയ്തിട്ട് ചുറ്റില് ഓടും കരി ഇട്ട് കൊടുത്താൽ അപ്പൊ പിന്നെ കുറെ നാൾ, ഒരു 3-4 വർഷം അങ്ങനെ ഇരുന്നോളും. വേണ്ട, ഒക്കെ ബെഡായ പ്ലാന്റ്സ് ആണ്. 150 പ്ലാന്റ്സ് ആണ്. ഇത് ചേച്ചി ഇപ്പൊ വളർത്തിയൊരു എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്നൊരു രോഗബാധ അല്ലെങ്കിൽ എന്തെങ്കിലും കീടനാശിനി അങ്ങനെ വല്ലതും ഉപയോഗിക്കുന്നുണ്ടോ? മറ്റ് പ്ലാന്റ്സുകളെ പോലുള്ള രോഗങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ. പൊതുവെ കുറവാണ്. പൊതുവെ എന്ന് പറയാൻ പറ്റില്ല, ഒട്ടും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അസുഖങ്ങൾ വളരെ കുറവാണ്, എസ്പെഷ്യലി ഡെൻഡ്രോബിയത്തിന്. പിന്നെ വെള്ളം കൊടുക്കുമ്പോ മഴക്കാലത്തൊന്ന് ശ്രദ്ധിക്കുക. മഴക്കാലം ആകുമ്പോ വെള്ളം കൊടുക്കൽ ഇത്തിരി കുറയ്ക്കുക. വേണ്ട, അത്രേ ഉള്ളൂ. വേനൽക്കാലത്ത് ഡെയിലി നനയ്ക്കാൻ നോക്കാം. പ്രത്യേകിച്ച് ഇതിനെ പരീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. വളർന്നോളും. മറ്റു ചെടികളെ നമ്മൾ നോക്കുന്ന പോലെ ഇവരങ്ങ് നോക്കേണ്ട കാര്യമില്ല. പിന്നെ 2 പ്ലാന്റ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ 24 മണിക്കൂർ ഇതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടു പോകും. മറ്റു ചെടികളെക്കാളും എന്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മളിത് ഇഷ്ടപ്പെട്ടു പോകും. ഒരുപാട് ചെടികൾ വളർത്തിയിട്ടുണ്ട് ഞാൻ. പക്ഷേ ഓർക്കിഡ് എന്റെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ മറ്റു ചെടികളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. ഈ പ്ലാന്റ്സ് തന്നെയാണ്. ഇതിന് തന്നെയാണ് മുട്ട് വന്നോ പൂ വന്നോ ഒന്നും നോക്കി നമ്മളിങ്ങനെ മറ്റു ഭയങ്കര റിലാക്സ് ആണ് നമുക്കിത് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇനി പോട്ടിലിരുന്നത് വലുതായിക്കോളും, നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിപ്പോ 150 എമൗണ്ടിന് നമ്മൾ അല്ലെങ്കിൽ ഗ്രോത്ത് വരുന്ന പ്ലാന്റ് നമ്മൾ കണ്ടു. സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് 250യുടെ പ്ലാന്റ്സ് ആണ്. ഇത് ഈ ഒരു ഗ്രോത്തിൽ വരുന്ന. അതെ, 250യുടെ പ്ലാന്റ്സ് ആണ്. എത്ര ഇഞ്ചിന്റെ പോട്ടത്?
ഇത് 6 ഇഞ്ചിന്റെ പോട്ട്. ആ ഓക്കെ 6 ഇഞ്ചിന്റെ പോട്ടാണ് വരുന്നത് അല്ലേ? അല്ല എന്തൊക്കെ വെച്ചാൽ നമ്മൾ മെയിനായിട്ട് ഈ പോട്ടിംഗ് മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ കരിയും ഓട് പിന്നെ തെർമോക്കോളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തെർമോക്കോൾ എന്താ അതിന്റെ ഒരു ഗുണം എന്താണ് ചെയ്യുന്നത്? എയർ സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് ഈ തെർമോക്കോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയാണ് യൂസ് ചെയ്യുന്നത്. കരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരാനില്ല വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് ബ്ലൂമിംഗ് സ്റ്റേജ് ആണോ? ബ്ലൂമിംഗ് സ്റ്റേജ് അതേ ടൈപ്പാണ് ഇരിക്കുന്നത്. 250 ഈ പ്ലാന്റ്സ് പെടും കേട്ടോ. ഫ്ലവറിംഗ് ഉള്ള ഈ പ്ലാന്റ്സ് ഒക്കെ 250 തന്നെയാണ്. 250 തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ? 350 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന വലിയ പ്ലാന്റ്സ് കംപ്ലീറ്റ് അത് നമ്മൾ വലിയ പോട്ടില് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു പ്ലാന്റ് ഒക്കെ അല്ലേ എല്ലായിടത്തും ഇങ്ങനെയാണ് കൊടുക്കുക. ഈ ഒരു ചെറിയ പോട്ടിലാണ് അവര് 350ക്ക് കൊടുക്കുന്നത്. നമ്മള് 350ക്ക് ഈ ഒരു വലിയ പോട്ടില് സെറ്റ് ചെയ്തിട്ടാണ് പ്ലാന്റ് കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. ഇതൊക്കെ അത്യാവശ്യം എല്ലാം നല്ലൊരു ബോമിംഗ് സ്റ്റേജിൽ നിൽക്കണം. ചേച്ചി എന്താ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നത് ശരിക്കും? നമ്മള് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് ഭയങ്കര ചൂടാണല്ലോ. ഞാൻ എപ്പോഴും ഈ ഓർഗാനിക് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ മഴക്കാലത്ത് മാത്രമേ ഞാൻ NPK കൊടുക്കാറുള്ളൂ. NPK കാര്യങ്ങളൊന്നും കാര്യമായിട്ട് കൊടുക്കാറില്ല? ഇല്ല, കാര്യമായിട്ടൊന്നും കൊടുക്കാറില്ല. അത് മഴക്കാലമായാലും വെയിൽ വരുന്നൊരു സമയം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴും ഞാൻ ഈ ഓർഗാനിക് തന്നെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. അപ്പൊ എന്തൊക്കെ കൊടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം കൂടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 4 ദിവസം എത്തുമ്പോൾ ഇതിലിപ്പോ ഈ റെഡ് കളർ കാണുന്നത് ബീറ്റ്റൂട്ട് ഇട്ടിട്ടുണ്ട്, മുട്ടയുടെ തൊണ്ടുണ്ട്, കുമ്പട്ടിങ്ങയുടെ തൊലിയുണ്ട്, ഓറഞ്ചിന്റെ തൊലിയുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സവാള, വെളുത്തുള്ളി എല്ലാം ഉണ്ടാവും, ഇഞ്ചി എല്ലാം ഉണ്ടാവും. അതിങ്ങനെ ഒരു 3-4 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിന്റെ സ്ലറി എടുത്തിട്ട് ഇരട്ടി വെള്ളം കൂട്ടണം. ഇപ്പൊ 1 ഗ്ലാസ് സ്ലറി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു 4-5 ഗ്ലാസ് വെള്ളം ചേർക്കണം. അത്രയും നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും നല്ലൊരു സാധനമാണ്. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിഫ്രഷ്മെന്റ് തന്നെയാണ് ചെടികൾക്കും കിട്ടുന്നത് ഇത് കൊടുക്കുമ്പോൾ. നമ്മൾ എങ്ങനെ കടക്കാൻ ഉപയോഗിക്കുന്നത്? അതായത് കൂടുതലായിട്ട് ഇലകളിലാണോ? ഇലകളിലും തണ്ടിലും കടക്കിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അതാണ് ഒന്നാമത്തെ ഒരു വരുന്നത് അല്ലേ? പിന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ വേനൽക്കാലം നല്ല ചൂടാണല്ലോ, ചെടികൾക്ക് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ശീമക്കൊന്നയുടെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഈ സാധനം, ശീമക്കൊന്നയില. അത് ഈ തണ്ടിൽ നിന്ന് ഈ ഇലകൾ ഇങ്ങനെ ഊരിയെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് അതിന്റെ ആ ജ്യൂസ് ഒന്നരിച്ചെടുത്തിട്ട് ധാരാളം വെള്ളം ചേർത്തിട്ട് അതും ഇതുപോലെ അത് ഗ്രോത്ത് വരാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ കറ്റാർവാഴ അതും ഇതുപോലെ മിക്സിയിൽ അടിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാവുന്നതാണ് നമുക്ക്. നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വല്ലപ്പോഴും മാത്രമേ ഞാനിത് മഴക്കാലം വരുമ്പോൾ 2 മാസം കൂടുമ്പോഴാണ് ഞാൻ NPK വളങ്ങൾ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വലിയ പ്ലാന്റ്സുകളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മൾ വാങ്ങി വെച്ചിട്ട് നമുക്ക് ഫ്ലവർ ചെയ്യാതെ നിൽക്കുന്നുണ്ടാവും. ഭയങ്കര വിഷമമാണ്. നമുക്ക് ഇത്രയും വില കൊടുത്തിട്ട് നമ്മുടെ ചെടി പൂക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ചിലപ്പോൾ നമ്മൾ ഫ്ലവർ കണ്ടിട്ടായിരിക്കും നമ്മൾ വാങ്ങിക്കുന്ന, വീട്ടിലെത്തുമ്പോൾ ഇത് ഫ്ലവർ ചെയ്യില്ല. അതൊരു കാലാവസ്ഥയുടെ കുഴപ്പമാണ്. മറ്റൊരു സ്ഥലത്ത് നിന്ന് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് മാറുമ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഫ്ലവർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഗുളികയുണ്ട്, ആസ്പിരിൻ എന്ന് പറഞ്ഞ ഈ ഒരു മെഡിസിൻ. ഇത് നമുക്ക് ഒരു 3 ലിറ്റർ വെള്ളത്തിൽ ഒരു ഗുളിക പൊടിച്ചിട്ടിട്ട് നമുക്ക് ഫ്ലവർ വരാത്ത വലിയ പ്ലാന്റ്സുകൾക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കാം. മാസത്തിൽ 2 പ്രാവശ്യം കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലവർ ചെയ്യാത്ത ഏതൊരു പ്ലാന്റും നന്നായിട്ട് അതെ നമ്മള് നെഞ്ചരിച്ചിൽ അങ്ങനെയുള്ള അവസ്ഥയ്ക്കൊക്കെ ഇത് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് ഓർക്കിഡിന് നല്ലൊരു മെഡിസിൻ ആണ് ഈ സാധനം. നല്ലൊരു ഇൻഫർമേഷൻ ആണ്. ഇതുവരെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല സംഭവം. ചേച്ചി ഇതൊക്കെ ചെയ്ത് നോക്കിയാണ്? അതെ, ഞാൻ ചെയ്യാറുള്ളതാണ്. അല്ലാതെ നമ്മൾ ഈ ഇലപഴുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ എന്താ ചെയ്യുന്നത്? ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ നമ്മള് സാഫ് കലക്കി കൊടുത്താൽ മതി. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സാഫ് കലക്കുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ നിന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവരുന്ന ശരി ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് വേറൊരു കാലാവസ്ഥയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഇലകൾക്ക് ഒരു പഴുപ്പുണ്ടാവും. കാരണം അപ്പം നമുക്ക് ഒരു വിഷമം തോന്നും. അത് വിഷമിക്കേണ്ട കാര്യമില്ല. അത് സ്വതവേ ആ കാലാവസ്ഥയുമായിട്ട് യോജിച്ച് പോയിക്കോളും. പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം സാഫ് നമ്മൾ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പോയിക്കോളും. ഈ ഓർക്കിഡ് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ വരുന്ന പ്ലാന്റുകൾ ഇത്തരത്തിലുള്ള ഒരു പോട്ടിലാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്ലാസ്റ്റിക്കിൽ
സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇതിൽ ഗ്രോത്ത് വരുന്നത് ഏതാണ് ശരിക്കും? നമ്മൾ ഈ ചെറിയ പോട്ടിൽ നിൽക്കുന്നതാണോ അതോ വലിയ നിൽക്കുന്നതാണോ? നമ്മൾക്ക് ഈ ഒരു പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് നമ്മൾ പോട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ ആ പ്ലാന്റ് ഈ ഒരു ചെറിയ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യണം. ഇതില് ഒന്നും കൂടി ഗ്രോത്ത്, ഒരു 2 ഷൂട്ടും കൂടി വന്നു കഴിഞ്ഞാല് പ്ലാന്റ് ഇത്രയും കൂടി ഗ്രോത്ത് ആയി, ഫ്ലവറിംഗ് സ്റ്റേജിലേക്കുള്ള ഒരു സ്റ്റേജ് ആയി. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പോട്ടിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വർഷം അതിൽ തന്നെ ഇരുന്നോളും. ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ, നല്ല വലിയ നന്നായിട്ട് ഗ്രോത്ത് ആയി, നല്ല ഇതുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതിലൊരു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലാകുമ്പോൾ എനിക്ക് എയർ സർക്കുലേഷൻ കുറച്ചും കൂടി ഇതൊക്കെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഇതൊക്കെ എത്ര പഴക്കമുണ്ടാവും ചെടിയൊക്കെ? ഈ പ്ലാന്റ്സിന് കുറച്ചധികം പഴക്കമുണ്ട്, ഒരു 5-10 വർഷത്തെ പഴക്കമുണ്ട്. 10 വർഷം പഴക്കമുണ്ടല്ലേ? പിന്നെ അത്രയുണ്ട്. കാരണം ഇത് നന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഞങ്ങൾ കുറെ മാറ്റിയതാണ്. നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടായിരുന്നത്. കുറെ പേര് വരുമ്പോ ഒക്കെ കൊടുക്കാറുണ്ട്. ഇങ്ങനെ തന്നെ കൊണ്ടുപോകുന്നവരുണ്ട്. ഇതിന്റെ ഫ്ലവർ കാണുമ്പോഴേ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ നിൽക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ തന്നെ കൊണ്ടുപോകും ചിലര്. ഇവിടെ എങ്ങനെയാ നമുക്ക് സെയിൽ എങ്ങനെ? കസ്റ്റമർ ഡയറക്റ്റ് വരുന്നതാണോ അതോ കൊറിയറാണോ കൂടുതൽ? ഏറ്റവും കൂടുതൽ കസ്റ്റമർ വരുന്നുണ്ട്. ഇപ്പൊ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളിപ്പോ കൊറിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊറിയറും ചെയ്യുന്നുണ്ടല്ലേ? നമുക്കിവിടെ ഫ്ലവർ ഒന്നും അധികം നിൽക്കാറില്ല. കാരണം കസ്റ്റമർ ഇങ്ങനെ വരുമ്പോ ഒരു പൂ വിരിഞ്ഞാൽ മതി, അപ്പൊ ഒരു ഫ്ലവർ കാണുമ്പോ അപ്പൊ എല്ലാവർക്കും ആവശ്യം ഫ്ലവർ ആണ്. അത് തന്നെ, നമ്മൾക്ക് കാണാൻ പോലും ഇവിടെ ഫ്ലവർ കിട്ടാറില്ല. ഇതിപ്പോ നമ്മൾ വരുന്ന കസ്റ്റമർക്ക് അറിയാൻ പറ്റില്ല ഈ വർഷം ഈ പറഞ്ഞ പോലെ നമുക്ക് റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ അല്ലെങ്കിൽ അങ്ങനത്തെ അറിയാൻ പാടില്ല. അപ്പൊ ചേച്ചി ഇത് പോട്ട് ചെയ്യേണ്ട രീതിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്? നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ വിളിക്കാറുണ്ട്. പലരും വിളിക്കാറുണ്ട്, എന്ത് വളം കൊടുക്കണം, എപ്പോ പോട്ട് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ട് പലരും വിളിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കാറുണ്ട്. നമ്മൾ എപ്പോ വിളിച്ചാലും നമ്മളത് ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളത് പറഞ്ഞു കൊടുക്കും. ജസ്റ്റ് ഒന്ന് കസ്റ്റമർക്ക് വേണ്ടിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതി റിപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ പ്ലാന്റ് ഈ ഒരു റൂട്ടിലാണ് നമുക്ക് പ്ലാന്റ് വരാം. ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇത് സാഫിൽ മുക്കാം. ജസ്റ്റ് സാഫിൽ മുക്കാം. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും സാഫ് ഉണ്ടായിരിക്കണം എന്നില്ല. കാരണം 1-2 പ്ലാന്റ്സ് ഒക്കെ കയ്യിലുള്ളവര് സാഫ് വാങ്ങിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഒരു ഗ്ലാസ് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള സദാ മഞ്ഞപ്പൊടി, അതില്ലാത്തവരെന്തായാലും ഉണ്ടാവില്ല. അപ്പൊ ആ മഞ്ഞപ്പൊടി കലക്കാം. ആ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ആ മഞ്ഞപ്പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം ചകിരി ഈ ഒരു സൈസിൽ വെട്ടിയെടുക്കുക. ചകിരി ഈ ഒരു സൈസിൽ ചകിരി വെട്ടിയെടുത്തിട്ട് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെക്കാം. അതിന്റെ പുളി കളയാൻ വേണ്ടി. അപ്പൊ വെള്ളത്തിലിട്ട് കളഞ്ഞതിന് ശേഷം ആ പ്ലാന്റ് ഇങ്ങനെ ഈ ഭാഗം മുഴുവനും നമുക്ക് മുകളിൽ നിൽക്കണം. എന്നിട്ട് ഇങ്ങനെ ഇതിനോട് ചേർന്ന് തന്നെ വെച്ചിട്ട് ഇങ്ങനെ പോട്ട് ചെയ്യാം. ഒരു 3 ചകിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് പോട്ട് ചെയ്യാനായിട്ട് കവർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ പോട്ട് എടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ പ്ലാന്റ് ഇനി നമുക്ക് എനങ്ങില്ല. ഈ പ്ലാന്റ് എനങ്ങാതിരുന്നെങ്കിൽ മാത്രമേ റൂട്ട് പെട്ടെന്ന് ഇതുപോലെ പിടിക്കുള്ളൂ. എനങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് പിടിക്കില്ല. അപ്പൊ ഈ പ്ലാന്റ് ഇപ്പൊ സെറ്റ് ആയി കണ്ടോ. ഇങ്ങനെയാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. അവിടെ ഇരുന്നിട്ട് വളർന്നുള്ളൂ. ഏകദേശം ഒരു ഫ്ലവറിംഗ് സ്റ്റേജ് ആവുമ്പോ നമ്മള് എന്ത് ചെയ്യാ, ഈ ഒരു പ്ലാന്റിലേക്ക് നമുക്ക് മാറ്റിയാൽ മതി. ഈ പോട്ടിലേക്ക് മാറ്റുമ്പോൾ എന്ന് വെച്ചാല് ആദ്യം തന്നെ ഹോൾ ഇടണം. നമ്മൾ വാങ്ങിക്കുമ്പോൾ ഹോൾ ഉണ്ടാവില്ല, വെള്ളം പോകാൻ വേണ്ടി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് വേരി ചെയ്യും. ഈ ഹോൾ ഇട്ടതിന് ശേഷം നമ്മൾക്ക് കുറച്ച് ഓടും കരിയിട്ടിട്ടാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഓടും കഷ്ണം ഇതിൽ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാരണം വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഓടും കഷ്ണം ഇടുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണല്ലോ, ഇപ്പൊ ഇതുപോലെ ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അടത്തിയെടുക്കാം. നമ്മൾ നോക്കിയാൽ ഇങ്ങനെ വെച്ച് നോക്കാം എത്രത്തോളം ഹൈറ്റ് കിട്ടുന്നു നോക്കാം. ഹൈറ്റ് കിട്ടുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാന്നുണ്ടെങ്കിൽ ഒരു ഓടും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത്ര ഹൈറ്റ് കിട്ടി. അതിനുശേഷം ചുറ്റിലും ഓടും കരിയിട്ട് കൊടുക്കാം. തെർമോക്കോള് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അവിടെ ഇവിടെ ആയിട്ട് ഒരു 3-4 എണ്ണം അതിടാം. കാരണം അതിടുമ്പോൾ എയർ സർക്കുലേഷൻ കിട്ടും പെട്ടെന്ന്. അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് ചൂടിടാം. ഫുള്ളായിട്ട് നമുക്ക് കരി യൂസ് ചെയ്യാം. നമ്മളെ പ്ലാന്റ് ഇപ്പോൾ സെറ്റായി. പ്ലാന്റിന് എനങ്ങില്ല.
ഈ ഒരാഴ്ചയോളം നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി വെക്കാം. വലിയ വെള്ളത്തൊന്നും വെക്കണം. ആ റൂട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഇതിൽ നിന്ന് വലിക്കുമ്പോൾ റൂട്ടിനൊന്നും പറ്റുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. അത് കഴിയുമ്പോൾ വെയിലിലേക്ക് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വെയിലൊന്നും ഓർക്കിഡിനെ കൊള്ളാതിരിക്കാം. കാരണം നമ്മൾ പോലും കൊള്ളുന്ന ഒരു വെയിലാണ്. അപ്പൊ കിഴക്കുന്ന് കിട്ടുന്ന ആ ഒരു വെയിൽ ഒരു 11:30-12 മണി വരെ കിട്ടുന്ന ആ ഒരു വെയിൽ മാത്രം കൊള്ളിക്കാം. അതുപോലെ ഒരു 3 മണിക്ക് ശേഷം പടിഞ്ഞാറുന്ന് കിട്ടുന്ന ഒരു വെയിൽ. ഇപ്പോഴത്തെ ആ ചൂടൊന്നും ഓർക്കിഡിന് കൊള്ളാതിരിക്കുക. കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫിന് പൊള്ളിച്ച് വരും. പിന്നെ ചില ഓർക്കിഡുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോ വെയിലത്ത് വെച്ച് കഴിഞ്ഞ് ആ ഒരു രീതി അതിന് കിട്ടിക്കഴിഞ്ഞാൽ ഏത് വെയിലും മഴയിലും അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും. കാരണം ആ ഒരു കാലാവസ്ഥയുമായിട്ട് അത് യോജിച്ച് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഫ്ലവർ ചെയ്യും. അപ്പൊ ഇലകളൊക്കെ പൊള്ളിപ്പോവും. നമ്മളിപ്പോ വെയിലത്ത് വെക്കുമ്പോൾ ഈ എല്ലാ ഇലകളും പൊഴിഞ്ഞു പോകും. പക്ഷെ അത് കണ്ട് വിഷമിക്കേണ്ട, ഷൂട്ട് പിന്നെയും വരും. അത് ആ വെയിലുമായിട്ട് അത് യോജിക്കും. അങ്ങനെയും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് വിഷമായിരിക്കും. അപ്പൊ അതിനാണ് പറയുന്നത് ഒരു 11:30 വരെയുള്ള വെയിൽ കൊള്ളിച്ചാൽ മതി. പൂക്കൾ മാത്രം പോരല്ലോ, ഇലകളും കൂടി ഉണ്ടെങ്കിലല്ലേ നമുക്കതൊരു ഭംഗി ഉണ്ടാവുള്ളൂ ചെടി. പിന്നെ ഇപ്പോൾ ഇത് നമ്മൾക്ക് എല്ലാ പ്ലാന്റുകളിൽ നിന്നും ചില പ്ലാന്റുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിക്കീസ് വരാൻ സാധ്യതയുണ്ട്. ആ കിക്കീസ് നമുക്ക് ഇങ്ങനെ വേരുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നതിന് ശേഷം ഈ വരുന്ന കിക്കീസിന്റെ ആയ ഒരു പ്രായം അത് പൂർത്തീകരിക്കുന്ന വരെ നമ്മൾ കാത്തിരിക്കണം. ഒരു ഇലയോ 2 ഇലയോ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കരുത്. ഇപ്പൊ വേണ്ട, ഈ ഇല ലാസ്റ്റ് ഇലയാണ്, ഇനി ഇതിലില വരില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് വരുന്നത് പുതിയ ഷൂട്ടായിരിക്കും. കണ്ടോ, ഷൂട്ടായി തുടങ്ങി. കണ്ടോ, അങ്ങനെ വരുന്നൊരു സ്റ്റേജ് വരുമ്പോൾ നമ്മള് ഒരു കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ഉടച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ വലിയ പ്ലാന്റ് നശിച്ചു പോയില്ല. കാരണം ഇതിൽ നിന്ന് വേറെ പ്ലാന്റുകൾ വരും. ഇത് എന്നിട്ടൊന്ന് സാഫിൽ മുക്കാം. നമ്മള് ചെയ്യുന്ന പോലെ തന്നെ ഓടും കരിയൊക്കെ ഇട്ട് നമുക്ക് വേറൊരു പുതിയ പ്ലാന്റ് കിട്ടുകയും ചെയ്യും. അത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഈ വേര് മാത്രം ഉള്ളിൽ പോയിട്ട് ഈ ഷൂട്ട് പുറത്ത് നിൽക്കണം നമ്മൾക്ക്. എങ്കിലേ അത് മുകളിലേക്ക് വരുള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പോട്ട് ചെയ്യാം നമുക്ക്. ഓർക്കിഡ്സ് മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. നമ്മൾ മറ്റു ചെടികൾ ചെയ്യുന്ന പോലെ മണ്ണും ഇതൊന്നും ഇട്ട് കുഴക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ അത് സെറ്റായി കണ്ടാ. ഇപ്പൊ നമുക്കൊരു വേറൊരു പുതിയ പ്ലാന്റ്സും കൂടി കിട്ടി. ഇനിയിപ്പോ ഇവിടുന്ന് വരുന്ന പുതിയ പ്ലാന്റ് ഇതിനേക്കാളും വലുതായിരിക്കും. തീർച്ചയായിട്ടും അതിൽ ഫ്ലവറും വരും. നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ വലിയ നഴ്സറിയിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഹോൾസെയിൽ എടുക്കുമല്ലോ, എടുക്കുന്ന ടൈമിൽ ഒരുപാട് ഡാമേജസ് ഒക്കെ വരും. അതായത് റിട്ടേൺ പോളിസിയിൽ എടുക്കണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വന്ന പ്ലാന്റുകൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കളയാണോ അതോ ചെയ്യുന്നത്? ഇല്ല, കളയില്ല. നമ്മൾ തിരിച്ചു കൊടുക്കാറില്ല. കാരണം ആ പ്ലാന്റുകളൊക്കെയാണ് നമ്മളിങ്ങനെ പോട്ടുകൾ, ചെറിയ പോട്ടുകളില്, ചിരട്ടകളില് അങ്ങനെയൊക്കെ ആക്കി നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് മുളയ്ക്കും. കുറച്ച് സമയം പിടിക്കും. അത് ഒരു 6 മാസം 8 മാസം പിടിക്കും. അത് അതന്നെ ഇലകൾ വരാൻ കണ്ട വളരെ ചെറിയ പ്ലാന്റുകൾ നമുക്ക് ഡാമേജ് വരുന്നതാണ്. അത് അവിടെ ഇരുന്ന് വളർന്ന് വലുതാവും. അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ചെടി വാങ്ങിക്കാൻ വരുന്നവർക്ക് ലോ പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന് ടാഗൊന്നും ഉണ്ടാവില്ല. പ്ലാന്റ് ഏതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അവരുടെ ഇഷ്ടത്തിന് അത് കണ്ടു കഴിഞ്ഞിട്ട് അവരെടുത്ത് കൊണ്ടുപോകാറുണ്ട്. നല്ല പ്ലാന്റ് നോക്കിയിട്ട് അവർക്ക് നമ്മൾ 50 രൂപ പ്രൈസിൽ നമ്മളത് കൊടുക്കുന്നുണ്ട്. ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. ഈ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുന്ന ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതന്നെ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിന് വന്ന് ഇവിടെ വന്ന് അവർ കൊണ്ടുപോകും. ഹോം ഗാർഡൻ തുടങ്ങാനായിട്ട് ഇപ്പൊ ഇത് ഓർക്കിഡ് എന്നല്ല എന്തെങ്കിലും ഐറ്റം, അപ്പൊ നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് വേണം. ആ പ്ലാന്റ്സ് ഒരു 500-1000 പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സബ്സിഡി ലഭിക്കാനുള്ള ഇത്. 500 പ്ലാന്റ് എങ്കിലും മിനിമം വേണം നമുക്ക്. ഇപ്പൊ ഒരുപാട് നിയമങ്ങളാണ്. നമ്മളുടെ പറമ്പൊക്കെ നമ്മളുടെ പേരിലാക്കണം. ആരാണോ തുടങ്ങുന്നത് അയാളുടെ പേരിലാണ് പറമ്പ് വേണം, പ്രോപ്പർട്ടി വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇപ്പൊ കിട്ടുന്നുള്ളൂ. പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ പ്രോപ്പർട്ടി ചെയ്യുന്ന ആളുടെ പേരിൽ നിലവിലെ പ്രോപ്പർട്ടി വേണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് 20,000 രൂപ 500 പ്ലാന്റിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. ചേച്ചി ഇപ്പൊ ഈ ഒരു ഐഡിയ തുടങ്ങിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്തത്? നേരെ കൃഷിഭവനായിട്ട് ബന്ധപ്പെടണോ ചെയ്തത്? ഇല്ല, ഞങ്ങള് സ്വതവേ കുറച്ച് ഓൺലൈനായിട്ട് നമ്മള് സെയിലാണ് നടത്തിയത് ആദ്യം. കാരണം 500 പ്ലാന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ നമുക്ക് അറിയായിരുന്നു. അങ്ങനെ 500 പ്ലാന്റ് ആയതിനു ശേഷം നമ്മളത് കൃഷിഭവനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. വീട്ടിലെല്ലാം റെഡിയാക്കി, ഓൾറെഡി റെഡിയാക്കിയതിനു ശേഷം കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട അല്ലേ? ഓക്കെ ഓക്കെ. ചേച്ചി ഒരു ഇത്രയും നാളത്തെ ഒരു പരിചയം വെച്ചാൽ എങ്ങനെയാണ് നമുക്കിതൊരു വീട്ടമ്മമാർക്ക് അത് സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ്? അതെ, നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. കാരണം ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന അമ്മമാരുണ്ടാവുമല്ലോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് തന്നെ പിന്നെ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ മൊബൈലാണ്. കാരണം മൊബൈൽ നോക്കി ഇങ്ങനെ നമ്മൾ ഫുൾ ടൈം നമ്മൾ സമയം കളയും, അല്ലെങ്കിൽ TV നോക്കി സിനിമ കണ്ട് സമയം കളയും. അങ്ങനെയൊക്കെയാണ്.
ഇപ്പൊ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊബൈൽ കാണാനായാലും ടി വി കാണാനായാലും സമയമില്ല. മൊബൈൽ എടുക്കുന്നത് തന്നെ ഈ പ്ലാനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മൊബൈൽ അത് തന്നെ നോക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പൊ കൊറിയർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് തന്നെ. മൊബൈൽ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോൾ എടുത്ത് നോക്കിയാലും ഒരു 100,000 മെസ്സേജുകൾ ഉണ്ടാവും, പലരുടെയും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അപ്പൊ നമ്മൾ തീർത്തു കൊടുക്കാറുണ്ട്. അപ്പൊ ഇനി ചേച്ചപ്പോ ഭാവിയിൽ നമുക്ക് ഒരു നല്ല ഒരു ഓർക്കിഡ് ഫാമായിട്ട് തന്നെ അത് വളരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ?